الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലടങ്ങിയ വ്യാകരണ നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. അതിനെ തുടർന്നുള്ള 103-ാമത്തെ ആയത്ത് കൂടി ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. ولو أنهم അവർ ആയിരുന്നെങ്കിൽ ആമനു അവർ വിശ്വസിച്ചു. വലൗ അന്നഹും അവർ ആയിരുന്നെങ്കിൽ ആമനു അവർ വിശ്വസിച്ചു, അതായത് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ വത്തഖൗ അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തു. വലൗ അന്നഹും ആമനു വത്തഖൗ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലമഥൂബത്തുൻ തീർച്ചയായും പ്രതിഫലം മിൻ ഇൻദില്ലാഹി അല്ലാഹുവിങ്കൽ നിന്നുള്ള ഖൈറുൻ നല്ലതാണ്, ഏറ്റവും ഉത്തമമാണ്. വലൗ അന്നഹും ആമനു വത്തഖൗ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലമഥൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഏതൊരു പ്രതിഫലവും ഏറ്റവും ഉത്തമമത്രേ. ലൗ കാനൂ യഅലമൂൻ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇവിടെ വലൗ അന്നഹും എന്ന് നമ്മൾ ലൗ എന്നതിന്റെ അർത്ഥം ഇന്നലെ നമ്മൾ പഠിക്കേണ്ടായി. ലൗ കാനൂ യഅലമൂൻ എന്ന് പഠിച്ചപ്പോൾ വലൗ അന്നഹും ആമനു വാവ്
ഇസ്തിനാഫായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. ലൗ ഹർഫ് ഷർത്താണ്. ലൗ ഹർഫ് ഷർത്താണ് ആണെങ്കിൽ ലൗ എന്നത് മാദിയുടെയും മുദാരിയുടെയൊക്കെ മുമ്പിൽ ചേർക്കും. അത് ഹർഫ് ഷർത്താണ് എന്നേ ഉള്ളൂ. അത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലായി ലൗ ഉപയോഗിക്കാറുണ്ട്. കേവലം ഷർത്തിന് വേണ്ടി മാത്രമല്ല, അത് ചില സന്ദർഭത്തിൽ മസ്ദരിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. തഖ്ലീലിന് വേണ്ടി, ദുആഇന് വേണ്ടി, അങ്ങനെ പല സന്ദർഭങ്ങളിലും ലൗ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇൻഷാ അല്ലാഹ് അത് മറ്റു സന്ദർഭത്തിൽ ആ ഹർഫിനെ കുറിച്ചുള്ള കാര്യം മറ്റു സന്ദർഭത്തിൽ കൂടുതൽ വിശദീകരിക്കും. ഇവിടെ വലൗ അന്നഹും, അന്നഹും എന്നത് തീർച്ചയായും അവർ, അന്ന അന്നഹും അന്ന ഹർഫ് എന്താണ്? അന്ന ഹർഫ് തൗക്കീദ് വനസ്ബ്. ومصدر أن ഹും എന്നത് വമീർ, هم ضمير مبني على السكون في محل رفع. എന്താ في محل رفع ആവുന്നത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണത്? അന്നഹും നസ്ബാണോ? في محل നസ്ബാണ്. എന്താ കാരണം? في محل نصب. എന്താ കാരണം? ഇസ്മു അന്ന, അന്നയുടെ ഇസ്മു മൻസൂബായിരിക്കും അല്ലേ? അന്നയുടെ ഇസ്മു മൻസൂബായിരിക്കും. വലൗ അന്നഹും ആമനു, ആമനു അവർ വിശ്വസിച്ചു. ഫിഅൽ മാദിയാണ്, മബ്നിയൻ അല ദ്ദം അല്ലേ? മബ്നിയൻ അല ദ്ദമ്മ. ആമനു
ആമനു, ശേഷം വാവുൽ ജമാഅത്ത്. അപ്പോ ആമന, ആമന, ആമനു, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ. ഫലൗ അന്നഹും ആമനു. വത്തഖൗ, ഇത്തഖ, അതിന്റെ ജംഅ് രൂപമാണ് ഇത്തഖൂ. ആണോ? അല്ല, ഇത്തഖൗ. ഇത്തഖൂ എന്ന് പറയുന്നത് എന്താണ്? ഇത്തഖൗ, ഇത്തഖ, യത്തഖി. ഇത്തഖ സൂക്ഷിച്ചു. ഇത്തഖ സൂക്ഷിച്ചു. ഇത്തഖൗ അതിന്റെ ജംഅന്റെ രൂപമാണ്. ഇത്തഖൂ എന്നല്ല. ഫലൗ അന്നഹും ആമനു വത്തഖൗ. ഇത്തഖൗ, അവർ സൂക്ഷ്മത പാലിച്ചു. അത് ഇത്തഖൂ എന്നാവുമ്പോൾ അത് അമ്രിന്റെ രൂപമാണ്. തഖി, നീ സൂക്ഷ്മത പാലിക്ക്. തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. വത്തഖൗ, വത്തഖൗ എന്നത് ഫിഅൽ മാദിയാണ്. അത് ഇങ്ങനെയായിരിക്കും. മബ്നിയുൻ അല എന്തായിരിക്കും? തഖൗ എന്ന് പറയുമ്പോൾ ഫിഅൽ മാദി മബ്നിയുൻ അല الضم بالمقدر അല്ലേ? على الضم المقدر. നേരത്തെ പറഞ്ഞതുപോലെ അത് വാവുൽ ജമാഅത്ത് അതിനുശേഷമുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ലമസൂബത്തുൻ, ലമസൂബത്തുൻ, തീർച്ചയായും പ്രതിഫലമുണ്ട് എന്നർത്ഥം. മസൂബത്തുൻ, മസൂബത്തുൻ, മസൂബത്തുൻ പ്രതിഫലം.
ലമസൂബത്തുൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ലാം എന്തായിരിക്കും? ലമസൂബത്തുൻ എന്നത് ഇതിന്റെ ലാം എന്തായിരിക്കും? അത് ലാമുൽ ഖസ്മ് ആയിട്ട് റഹ്മാനി മൗലവി നൽകിയ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം നൽകിയ അർത്ഥത്തിൽ വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈർ എന്നതിനെ രണ്ട് ഭാഗമാക്കിയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, വലൗ അന്നഹും ആമനൂ വത്തഖൗ, അതുവരെ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, എന്നിട്ട് ഒരു അത്ഭുത ചിഹ്നം നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഏതൊരു പ്രതിഫലവും ഏറ്റവും ഉത്തമമത്രേ. അത് മറ്റൊരു വാചകമാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അവിടെ ലമസൂബത്തുൻ തീർച്ചയായും വല്ല പ്രതിഫലം എന്നൊരു ഉത്തരം. പക്ഷെ അതേസമയം ഷർത്തിനുള്ള ഇവിടെ പറഞ്ഞ ലൗ എന്നതിന്റെ ആ ഷർത്തിന്റെ ജവാബായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഏതൊരു പ്രതിഫലവും ഉത്തമമാകുമായിരുന്നു എന്ന അർത്ഥത്തിലേക്കാണത് പോകുക. ഏതായിരുന്നാലും അതിന്റെ ആശയത്തിൽ വ്യത്യാസം കാണുന്നില്ല. അപ്പോ രണ്ട് രൂപത്തിലും അതിനെ നമുക്ക് പറയാം എന്നർത്ഥം. ലൗ കാനൂ യഅലമൂൻ, അത് ഇന്നലെ വിശദീകരിച്ചതാണ്. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായേനെ എന്നത്. ഈ രണ്ടായത്തുകൾ എന്താണ്? വത്തബഉ മാ തത്ലു الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. ഇവിടെ വത്തബഉ മാ തത്ലു الشياطين على ملك സുലൈമാൻ, അതിന്റെ അർത്ഥം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ ഓതി പ്രചരിപ്പിച്ചു വന്നിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു.
എന്താണ്? വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാന്റെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ ഓതി പ്രചരിപ്പിച്ചു വന്നിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? നമ്മൾ അമാനിമൗലിയുടെ തഫ്സീർ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വായിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇസ്രായേലിയർ തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങളെ പുറന്തള്ളിക്കളഞ്ഞ വിവരം കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ചു. അതിന് തൊട്ടു മുമ്പുള്ള വചനത്തിൽ അതാണ് അല്ലെ. فلما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. അവർ വേദഗ്രന്ഥങ്ങളെ തള്ളിക്കളഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതിനുശേഷം അവരുടെ മറ്റൊരു ദുശ്ചെയ്തിയാണ് ഈ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. സിഹ്ർ അഥവാ ക്ഷുദ്രകല അഭ്യസിക്കലും പ്രവർത്തിക്കലും പ്രചരിപ്പിക്കലും അതിന് മതത്തിന്റെ പരിവേഷം നൽകലും അവരുടെ പതിവായിരുന്നു. പല കൃതികളും ഈ വിഷയത്തിൽ അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കൃതികളെല്ലാം ശേഖരിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം ഭൂമിക്കടിയിൽ കുടിച്ചിട്ടുവെന്നും അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം പിശാചുക്കൾ അവയെപ്പറ്റി മനുഷ്യർക്ക് അറിവ് കൊടുത്തുവെന്നും ജനങ്ങൾ അവ കണ്ടെടുത്ത് അവ ഉപയോഗപ്പെടുത്തി വന്നുവെന്നും പ്രസ്താവിക്കപ്പെട്ട് കാണുന്നു. പല തഫ്സീറുകളിലും പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ഇത് സംബന്ധമായിട്ട് കാണാൻ സാധിക്കും. അപ്പോ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഇത്തരം വിഷയങ്ങളിൽ അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാജവാഴ്ചയുടെ സന്ദർഭത്തിൽ അദ്ദേഹം അത്തരത്തിലുള്ള കൃതികളൊക്കെ ശേഖരിച്ച് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. മരണത്തിന് ശേഷം പിശാചുക്കൾ അവയെപ്പറ്റി മനുഷ്യർക്ക് അറിവ് കൊടുത്തുവെന്നും അങ്ങനെ ജനങ്ങൾ അത് കണ്ടെടുത്ത് അവ ഉപയോഗപ്പെടുത്തി വന്നുവെന്നും ആണ് ഇത് സംബന്ധമായിട്ടുള്ള പല പ്രസ്താവനകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നാണ്. ഇതൊക്കെ എന്താണ് സത്യത്തിൽ? സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രാജവാഴ്ച നടന്ന കാലത്ത്, അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ ജിന്നുകൾ, തറവുകൾ മുതലായവയെ കീഴ്പ്പെടുത്തുക തുടങ്ങി മറ്റാർക്കും സിദ്ധിക്കാത്ത പല കഴിവുകളും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. പലതരത്തിലുള്ള കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിൽ മുഅ്ജിസാത്തുകൾ ഉണ്ടാവും, മുഅ്ജിസാത്തുകളല്ലാത്ത മറ്റൊരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില ഫضലുകളുണ്ട്. ഇതൊക്കെ അടങ്ങിയ ഒരുപാട് കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിൽ ഇതുപോലെ ജിന്നുകൾ, പറവുകൾ മുതലായവയെ കീഴ്പ്പെടുത്തുക തുടങ്ങി പ്രത്യേകം എടുത്തു പറയപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള പല കഴിവുകളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നു. ഇവിടെയാണ് ഇതൊക്കെ സുലൈമാൻ നബിക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊന്നും അള്ളാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടൊന്നുമല്ല, അള്ളാഹു നൽകിയ പ്രത്യേകമായ കഴിവൊന്നുമല്ല, മറിച്ച് ഇതൊക്കെ സിഹ്റാണ് എന്നാണ് അവർ ജനമധ്യെ പ്രചരിപ്പിച്ചത്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സിഹ്റിലൂടെ നേടിയെടുത്തതാണ് ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ സിഹ്റിന് പ്രചാരം സിദ്ധിച്ചു.
ഇതിനെപ്പറ്റിയാണ് ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. സിഹ്റിന്റെ പാരമ്പര്യം നിലനിർത്തിപ്പോന്ന യഹൂദികൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആഭിചാര വിദഗ്ധനായ അല്ലെങ്കിൽ സിഹ്റിന്റെ വിദഗ്ധനായ ഒരു രാജാവായി ഗണിച്ചു വരുന്നു. അതിനെയാണ് ഇവിടെ ഗണ്ണിക്കുന്നത്. അതിനൊരു ഖണ്ഡനം കൂടിയാണ് ഈ വചനം. അപ്പോൾ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സിഹ്ർ വിദഗ്ധനായ, സാഹിറായ, ആഭിചാരക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. ആ സിഹ്റിന്റെ ഫലം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കഴിവുകൾ ലഭിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള പ്രചരണങ്ങൾ യഹൂദികൾ നടത്തിയിരുന്നു. അത് ശരിയല്ല എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിൽ വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ ഓതി വന്നിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. ഇവിടെ മാ തത്ലു ശയാത്തീൻ, പിശാചുക്കൾ ഓതി വന്നിരുന്ന, തിലാവത്ത് നടത്തിയിരുന്ന, തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഓത്, തല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഗ്രാമറൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ തിലാവത്ത്, പിശാചുക്കൾ തിലാവത്ത് നടത്തിയിരുന്ന കാര്യങ്ങൾ. അതുപോലെ തിലാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതുക, പാരായണം ചെയ്യുക. അതും ഖിറാഅത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. തിലാവത്തും ഖിറാഅത്തും തമ്മിലുള്ള വ്യത്യാസം, ഖിറാഅത്ത് ഏതൊരു പുസ്തകവും വായിക്കുന്നതിനെ ഖിറാഅത്ത് എന്ന് പറയാം. തിലാവത്ത് എന്ന് പറയുമ്പോൾ, അതാണ് അമാനി മൗലവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, തിലാവത്ത് അഥവാ ഓതുക, പാരായണം ചെയ്യുക എന്ന വാക്ക് വേദഗ്രന്ഥങ്ങളെപ്പോലെ വന്ദിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ വായനയിലാണ് സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. സാധാരണ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നതിനെ സംബന്ധിച്ച് തിലാവത്ത് എന്ന് പറയില്ല. മറിച്ച് അത് ഉപയോഗിക്കപ്പെട്ടു വരാറുള്ളത് വേദഗ്രന്ഥങ്ങളെപ്പോലെ ബഹുമാനിക്കപ്പെടുന്ന, വന്ദിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ വായനയിലാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അപ്പോൾ സിഹ്റിന് ഒരു മതവിജ്ഞാനത്തിന്റെ ഛായ കൂടി അവർ നൽകിയിരുന്നത് കൊണ്ടാണ് മാ തത്ലു ശയാത്തീനു എന്ന് സിഹ്റിന്റെ വായനയെപ്പറ്റി പ്രസ്താവിച്ചതെന്ന് ഇമാം റാഗിബ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ സിഹ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആത്മീയ പഠനത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ആത്മീയ സിദ്ധിയുടെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ മതവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അന്ന് അവരതിനെ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് സിഹ്റുമായി ബന്ധപ്പെട്ട് നടന്ന വായനയെ സംബന്ധിച്ചിടത്തോളം, പഠനത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ തിലാവത്ത് അല്ലെങ്കിൽ മാത്തത്ലു ശയാത്തീൻ എന്ന പദത്തെ അവിടെ അവർ ഉപയോഗിച്ചത് എന്നാണ് ഇമാം റാഗിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. പിശാചുക്കൾ കൊണ്ട് ഇവിടെ ഉദ്ദേശം ജിന്നുവർഗത്തിൽപ്പെട്ടവരും മനുഷ്യവർഗത്തിൽപ്പെട്ടവരുമായ രണ്ടു തരം പിശാചുക്കളുമാണെന്നാണ് മനസ്സിലാകുന്നത്. ഇതില് ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, മനുഷ്യ വർഗത്തിൽപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇതില് മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളെ
എല്ലാ നബിമാർക്കും അള്ളാഹു ശത്രുക്കളാക്കിയിട്ടുണ്ട് ഇന്ന് ആയത്ത് സൂറത്ത് അൻആമിലെ 112 ആയത്ത് وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتصغى إليه أفئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون. ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അപ്രകാരം ഓരോ പ്രവാചകനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ നാം ശത്രുക്കളാക്കിയിട്ടുണ്ട്. കബളിപ്പിക്കുന്ന ഭംഗിവാക്കുകൾ അവർ അന്യോന്യം ദുർബോധനം ചെയ്യുന്നു. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങളുമായി അവരെ നീ വിട്ടേക്കുക. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സുകൾ അതിലേക്ക്, ആ ഭംഗിവാക്കുകളിലേക്ക് ചായുവാനും അവർ അതിൽ സംതൃപ്തരാകുവാനും അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം ചെയ്തു കൂട്ടുവാനും വേണ്ടിയത്രേ അത്. അപ്പൊ ഇവിടെ ഓരോ പ്രവാചകനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ നാം ശത്രുക്കളാക്കിയിട്ടുണ്ട് എന്നാണ്. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا. അവർ തമ്മിൽ കബളിപ്പിക്കുന്ന ഭംഗിവാക്കുകൾ ദുർബോധനം ചെയ്യുന്നു. അത് മനുഷ്യ പിശാചുക്കളായിരുന്നാലും ജിന്ന പിശാചുക്കളായിരുന്നാലും. അങ്ങനെ ഓരോ പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ ശത്രുക്കളാക്കിയിട്ടുണ്ട് എന്നതാണ്. ഇവിടെ മാ തത്ലു ഷയാത്തീൻ എന്ന് പറയുന്ന പിശാചുക്കൾ ഓതിക്കൊടുത്തത് എന്നതിലെ പിശാചുക്കൾ കൊണ്ട് ഇവിടെ ഉദ്ദേശം ജിന്നു വർഗത്തിൽപ്പെട്ടവരും മനുഷ്യവർഗത്തിൽപ്പെട്ടവരുമായ രണ്ടു തരം പിശാചുക്കൾ എന്നാണ് മനസ്സിലാകുന്നത്. അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചത് സൂറത്തുൽ അൻആമിലെ 112 ആയത്താണ്. ഇതിലിനി എന്താണ് മാ തത്ലു ഷയാത്തീൻ? ഇവിടെ അമാനി മൗലവിയുടെ വിശദീകരണത്തിൽ തുടർന്ന് കാണുന്നത് ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹർ. ഇതൊക്കെ ഓരോ വ്യത്യസ്ത പേരുകളാണെങ്കിലും എല്ലാം ഏകദേശം ഒരേ കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. വ്യത്യസ്തങ്ങളായ രീതികളിൽ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം. സിഹർ എന്നതിന് അദ്ദേഹം നൽകിയ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ ഒരു നിർവചനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒരു കാര്യം. കാര്യകാരണ ബന്ധം ഉണ്ടാകാം, പക്ഷേ അത് കണ്ടുപിടിക്കാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം.
സിഹറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ച് കാണാം. ചുരുക്കങ്ങൾ രക്ഷാത്തകിടുകൾ, കയ്യൊതുക്കം, മെസ്മറിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിവായ എല്ലാം സിഹറിന്റെ ഇനങ്ങളത്രേ. ഇസ്മിന്റെ പണി, തൽസമാത്ത് മുതലായ പേരിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാജ്, മരണമടഞ്ഞവർ, നക്ഷത്ര, ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മ മുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹറിന്റെ ലക്ഷ്യങ്ങൾ. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും. സിഹർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താകുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആ വിശദീകരണം യഥാർത്ഥത്തിൽ ഏതൊരാൾക്കും വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന തരത്തിലാണ് അതിന്റെ വിശദീകരണം. മേൽ വിവരിച്ചതിൽ നിന്ന് സിഹർ പല തരത്തിലുണ്ടെന്നും ഗൗരവത്തിലും ലാഘവത്തിലും എല്ലാം ഒരുപോലെയല്ലെന്നും മനസ്സിലാക്കാമല്ലോ. മൊത്തത്തിൽ എല്ലാം കുറ്റകരവും വെറുക്കപ്പെട്ടതും തന്നെയാണെങ്കിലും എല്ലാത്തരം സിഹറും യഥാർത്ഥത്തിൽ ഷിർക്കും കുഫറുമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സിഹറില് ഷിർക്കും കുഫറുമാകുന്നതുണ്ട്, ഷിർക്കും കുഫറുമാകാത്തതും ഉണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനമൗലവി ഇത് പറയുമ്പോൾ എല്ലാം ഷിർക്കും കുഫറുമാകുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് അത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണെന്നോ അനുവദിക്കപ്പെട്ട കാര്യമാണെന്നോ അല്ല. സിഹറിനെ സംബന്ധിച്ചിടത്തോളം അത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇജ്തനിബു അസ്സബ്അൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങളെ നിങ്ങൾ വെടിയുക എന്ന് പറഞ്ഞതിൽ രണ്ടാമതായി പറഞ്ഞത് എന്താണ്? സിഹ്റാണ്. അപ്പോ സിഹ്ർ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. അവൻ വിശ്വാസിയാവുകയുമില്ല. എന്നാൽ അതേസമയം എല്ലാം കുറ്റകരവും വെറുക്കപ്പെട്ടതും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ എല്ലാത്തരം സിഹറും യഥാർത്ഥത്തിൽ ഷിർക്കും കുഫറുമാകുന്നുമില്ല എന്നതാണ് വാസ്തവം. എല്ലാ സിഹറും കുഫറാണെന്ന് ചിലർ പറഞ്ഞു കാണാമെങ്കിലും സിഹറിന്റെ അർത്ഥവ്യാപ്തിയും അതിലെ തരാതരങ്ങളും ഗൗനിക്കാതെയുള്ള ഒരു അഭിപ്രായം മാത്രമാണത്. ഏതായാലും സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും യോജിക്കാത്തതും അവിശ്വാസത്തിനും അവിശ്വാസികൾക്കും മാത്രം യോജിക്കുന്നതുമാണ് സിഹറിന്റെ എല്ലാ ഇനങ്ങളും എന്നതിൽ സംശയമില്ല. അപ്പൊ ഈ പണി ചെയ്യുന്നത് വിശ്വാസികൾ ആ പണി ചെയ്യുകയില്ല. ആ പണി യോജിക്കുന്നത് അവിശ്വാസികൾക്ക് മാത്രമാകുന്നു എന്നർത്ഥം. കുഫർ എന്ന ശീർഷകത്തിൽ ഇമാം റാഗിബ് ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുത ഇവിടെ അറിയുന്നത് ഉപകാരമായിരിക്കും. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: പ്രശംസിക്കപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളും ഈമാനിൽ, അതായത് സത്യവിശ്വാസത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടതാകൊണ്ട് ആക്ഷേപിക്കപ്പെട്ട എല്ലാ ചീത്ത കാര്യങ്ങളും കുഫറിൽ ഉൾപ്പെടുന്നതായും ഗണിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈമാന് കുഫർ എന്നതിനെ സംബന്ധിച്ചുള്ള വിവേചനത്തിൽ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും അത് ഈമാനിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിന് നേരെ വിപരീതം എടുക്കുമ്പോൾ ആക്ഷേപിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് കുഫറിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോഴേക്ക്
ആക്ഷേപിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോഴേക്ക് അയാൾ കുഫറിൽ അകപ്പെട്ടു എന്നോ അയാൾ കാഫിറായി എന്നോ അർത്ഥം അതിനുണ്ടാകുന്നില്ല. അതൊരു ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ് ഇവിടെ ഇമാം റാഗിബ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് സിഹിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല. അതാണ് ഈ ആയത്തിന്റെ വമാ കഫറ സുലൈമാൻ. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു, പിശാചുക്കളാണ് അവിശ്വസിച്ചത്. യുഅല്ലിമൂന അന്നാസ സിഹ്റ, ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വാസികളായത്. അപ്പോ ഇവിടെ എല്ലാറ്റിനെയും പിന്നെ നല്ല കാര്യങ്ങളല്ലാത്ത ആക്ഷേപിക്കപ്പെട്ട എല്ലാ ചീത്ത കാര്യങ്ങളും കുഫറിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ഇതാണ് ഇവിടെ അദ്ദേഹം നൽകി. അതുകൊണ്ടാണ് സിഹിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല, എങ്കിലും സിഹിർ പഠിപ്പിച്ചും കൊണ്ട് പിശാചുക്കൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നും, ഹജ്ജിന്റെ നിർബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആരെങ്കിലും അവിശ്വസിച്ചാൽ അള്ളാഹു ലോകരുടെ ആശ്രയം വേണ്ടാത്തവനാകുന്നു എന്നുമൊക്കെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ, സൂറത്ത് ആലി ഇംറാനിലെ 96-97 വചനങ്ങൾ. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അതായത് തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിലുള്ളതത്രേ, അതായത് മക്കയിൽ. അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശകവുമായി അത് നിലകൊള്ളുന്നു. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിശിഷ്യ ഇബ്രാഹിം നിന്ന സ്ഥലമുണ്ട്. ആർ അവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ്. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള, അവിടെയാണ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. വമൻ കഫറ, വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരുടെ ആശ്രയം ഇല്ലാത്തവനാകുന്നു. ഇവിടെ പ്രയോഗിച്ച പ്രയോഗമൊക്കെ ഖുർആനിൽ പറഞ്ഞത് ആ അർത്ഥത്തിലാകുന്നു എന്നർത്ഥം. എന്റെ ബാക്കി വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് റമദാനിൽ ഉള്ള നമ്മുടെ നൂറുൽ ഖുർആനിന്റെ ക്ലാസ് അതിന്റെ എപ്പോൾ നടത്തണമെന്ന്, എപ്പോഴായിരിക്കുമെന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സമയത്തെ സംബന്ധിച്ച് പല നിലക്കും നോക്കിയപ്പോൾ റമദാനിൽ പൊതുവെ രാത്രികാലങ്ങളിൽ ക്ലാസ് നടത്തുക അല്പം പ്രയാസമായിരിക്കും. കാരണം തറാവീഹ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയം അല്പം വിഷമമായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ആ സമയത്ത് മറ്റനേകം ക്ലാസ്സുകൾ ഉണ്ടാവുകയും ചെയ്യും. പൊതുവിൽ എല്ലാവരും അത്ര ഫ്രീ ആവുന്ന ഒരു സമയമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഏതായാലും പറ്റില്ല. ഏതായാലും ക്ലാസ് നിർത്തിവെക്കുന്നത് ഉചിതമല്ല എന്നാണ് എനിക്കും തോന്നുന്നത്.
പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ നൂറുൽ ഖുർആന്റെ ക്ലാസ് അത് തുറന്നു പോവട്ടെ എന്നാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. രാവിലെ 8:45 മുതൽ 9:30 വരെ ഉള്ള സമയമാണ് ഞാനിപ്പോൾ അതിന് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഈ സമയത്ത് പ്രയാസമുണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച നോമ്പ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തുടങ്ങാം. അതല്ല ഞായറാഴ്ചയാണ് ആവുന്നതെങ്കിൽ അങ്ങനെയാവാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന ഈ ഘട്ടത്തിൽ അതിനുവേണ്ടി നാം ഒരുങ്ങുകയും മാനസികമായി പ്രത്യേകിച്ച് തയ്യാറായി നിൽക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. റമദാൻ അങ്ങനെ വരും, അത് പോകും. എത്രയോ കാലമായി നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാവാതെ ആവർത്തിക്കപ്പെട്ടു വരുന്ന റമദാനുകൾ അതങ്ങനെ ചാക്രികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ അത് അങ്ങനെ വരും എന്ന് അങ്ങനെ വന്നു പോകും. അത് പലപ്പോഴും റമദാൻ തുടങ്ങി ഏകദേശം പകുതിയായി അവസാനിക്കുമ്പോഴൊക്കെ അത് വന്നു കഴിയാറായില്ലേ എന്ന ഒരു അനുഭവം നമുക്കുണ്ടാവാറുണ്ട്, തോന്നലുണ്ടാവാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളാൽ തിരക്കിലാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും തിരക്കുകളുണ്ടാവും. പക്ഷേ റമദാനിനെ അനുഭവിക്കാൻ നമുക്ക് ശരിക്കും സാധിക്കേണ്ടതുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ മാനസികമായി നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആവുക. അപ്പോഴാണത് ശരിയാവുക. അത് മാനസികമായി നമ്മൾ നേരത്തെ തയ്യാറായില്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാകും. റമദാനിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഷെഡ്യൂൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയാൽ റമദാനിലെ ഉണ്ടാക്കേണ്ടുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള ഷെഡ്യൂളുകൾ പലയിടത്തും റെഡിയായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പരലോകത്തേക്ക് ഒരുക്കി വെക്കേണ്ടുന്ന വിഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഷെഡ്യൂൾ ഓരോരുത്തരും കൃത്യമായി തയ്യാറാക്കുകയും ആ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുകയും ആ ടൈം ടേബിളിന് അഡീഷണലായിട്ട് വരേണ്ടുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ വേറെയും നമ്മളതിലേക്ക് കൂട്ടിച്ചേർക്കുകയും കിട്ടാവുന്ന അവസരങ്ങളെ പരമാവധി അത് നഷ്ടപ്പെടുത്താതെ അതിനെ നല്ല നിലക്ക് ഉപയോഗിക്കുകയും ചെയ്യുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു മാറ്റത്തിന് നിമിത്തമാവട്ടെ എന്ന് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. റമദാൻ കഴിയുമ്പോഴേക്ക് മാനസികമായി ശുദ്ധരായിക്കൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി തരുവാൻ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക.
തഖ്വ ജീവിതത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കുവാനും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ശരിയായ കാര്യങ്ങൾ ധാരാളം നിർവഹിക്കുവാനും നാം തയ്യാറാവുക. ഒരവസരവും നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങളെ നമ്മളൊരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ അവസരങ്ങളും അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടും അതൊരു പരീക്ഷണമായിട്ടും നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, കർമ്മപരമായ കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളെ സംബന്ധിച്ച് നാം പരിശോധിക്കുകയും തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ നാം സ്വയം തിരുത്തുകയും ചെയ്യുക. കുടുംബാംഗങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഒരുപാട് പുണ്യം ചെയ്യുകയും എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും അതോടൊപ്പം വളരെ നല്ല രൂപത്തിലും ബന്ധപ്പെടുകയും പിശാചിന് യാതൊരു അവസരം നൽകാതിരിക്കുകയും ചെയ്തുകൊണ്ട് ശരിയായ സിലത്തുർ റഹ്മ പാലിച്ചുകൊണ്ട് എല്ലാവർക്കും പുണ്യം ചെയ്യാനുള്ള ഒരവസരമായിട്ട് നാം ഇതിനെ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിൽ അതുകൊണ്ട് സമൂഹത്തിന് ധാരാളം ഗുണങ്ങളുണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുകയും ആ പ്രസ്ഥാനത്തെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തിത്തരയണമേ എന്ന് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുവാൻ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരസ്പരം ഉപദേശിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും ഈ സന്ദർഭത്തിൽ മഹത്തായ ഈ ആദർശ കൂട്ടായ്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് നന്മകളും പ്രതീക്ഷകളും സമൂഹം നമ്മിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആ നിലക്കുള്ള ഗുണങ്ങൾ ലഭ്യമാവണമെങ്കിൽ തീർച്ചയായും നാം ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഈ റമദാൻ അതിനുള്ള ഒരു പ്രചോദനമായി തീരട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനോട് ഈ റമദാൻ സമാഗതമാകുന്നതിന് മുമ്പായി തന്നെ ഈ റമദാനിനെ നല്ല രൂപത്തിലാക്കി തീർത്തി തരണേ എന്ന് നാം എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ അവസരങ്ങൾ യഥാവിധി ഉപയോഗിക്കുകയും യഥാവിധി അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ശരിയായ തഖ്വയുള്ള റമദാൻ കൊണ്ട് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആ തഖ്വ ആർജിച്ചെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.